ഗിരിയേട്ടന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടേ? അപ്പൊ നീ ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഞാൻ ഇന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കാം. ഇനി എന്തിനാ ആലോചന മാത്രമാക്കുന്നത്? ആ കാര്യം ഉറപ്പിക്ക്. നീ ഇന്ന് റെസ്റ്റ് എടുക്ക, പാചകം ഞാൻ ചെയ്യാം. അത് വേണോ? അതെന്താ? എന്റെ പാചകത്തിൽ നിനക്കൊരു വിശ്വാസക്കുറവ്? ഞാനേ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കാണിച്ചു തരാം. എന്റെ പാചകം കണ്ടിട്ട് ഇനി എല്ലാ ദിവസവും ഞാൻ പാചകം ചെയ്ത് തരണമെന്ന് നീ പറയുമെന്ന് എന്റെ പേടി. ഇത്രയും ഓവർ കോൺഫിഡൻസ് കാണിക്കണോ? അതിനിപ്പോ എന്താ? സംഗതി കുളമായാലും നിന്റെ മുന്നിൽ മാത്രമല്ലേ ഞാൻ ചമ്മു. എന്താ അമ്മേ? നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? ഇല്ല ഇല്ല. അല്ല, അവളെവിടെ പോയി? സ്വപ്നം കാണാനില്ല. കാണാനില്ലെന്നോ? അവളുടെ മുറിയിലില്ല. ഞാൻ അപ്പുറത്തൊക്കെ നോക്കി, അവളെ കാണാനില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ അവസ്ഥയിൽ അവൾ എവിടെ പോവാനാ? നമ്മുടെ എല്ലാവരുടെയും വഴക്ക് കേട്ട് മതിയായപ്പോ ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവള് ഫോൺ എടുക്കാത്ത എന്താ? അവക്ക് പണ്ടേ വാശി കൂടുതലല്ലേ? നമ്മളോട് പിണങ്ങിയിരിക്കുന്നോണ്ട് ഫോൺ എടുക്കാത്തായിരിക്കും. മോനെ, ആ ഗോപാൽജിക്ക് അവളോട് ശത്രുതയുണ്ട്. അയാളെങ്ങാനും അവളെ അപായപ്പെടുത്തിയിട്ടുണ്ടാവോ? ഗോപാൽജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. അത്ര ലാഘവത്തില് കാര്യങ്ങൾ കാണണ്ട ഗിരിയേട്ട. സ്വപ്ന കാരണം പുതിയ പാർട്ടിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശന ഗോപാലിന് നഷ്ടാവാൻ പോകുന്നത്. അയാൾക്ക് അതിന്റെ ദേഷ്യം കാണാതിരിക്കില്ല. ഇനി അയാൾ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അയാളുടെ മക്കൾക്കാകാലോ. ശാലിനിയും സഞ്ജുവും ചെയ്തതിലൊന്നും അയാൾക്ക് പങ്കില്ലെന്നല്ലേ ഗിരിയേട്ടന്റെ വിശ്വാസം?